നമ്മൾ വീട് നിർമ്മാണത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള വിൻഡോസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ തന്നെ പല മെറ്റീരിയൽസ് കൊണ്ടുള്ള വിൻഡോസ് അവൈലബിൾ ആണ്. UPVC കൊണ്ടുള്ള വിൻഡോസ് ഉണ്ട്, സ്റ്റീൽ വിൻഡോസ് ഉണ്ട്, WPC ഉണ്ട്, അലുമിനിയം ഉണ്ട്, അതുപോലെ തന്നെ തടി കൊണ്ടുള്ള വിൻഡോസും ഉണ്ട്. ഇപ്പോൾ UPVC വിൻഡോസ് ആണെങ്കിൽ അതിന് സ്ക്വയർ ഫീറ്റിന് എത്ര വരും, സ്റ്റീലിന് എത്ര വരും, WPCക്ക് എത്ര വരും, അലുമിനിയത്തിന് എത്ര വരും എന്നൊക്കെ നമുക്ക് ഏകദേശ ധാരണയുണ്ട്. അതേസമയം തടി കൊണ്ടൊരു വിൻഡോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് സ്ക്വയർ ഫീറ്റിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തടി കൊണ്ടുള്ള വിൻഡോയും ഈ മറ്റു വിൻഡോസും തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ഒരു കോസ്റ്റ് കമ്പാരിസൺ നിലവിൽ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ തടി കൊണ്ടൊരു വിൻഡോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് സ്ക്വയർ ഫീറ്റിന് എത്ര കോസ്റ്റ് വരുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കോട്ടയത്തെ ഒരു കോസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ തടിയുടെ വിൻഡോയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏരിയയിൽ എത്രയാണോ ഈ ഓരോ മെറ്റീരിയലിനും വരുന്ന കോസ്റ്റ് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഈ തടിക്ക് സ്ക്വയർ ഫീറ്റിന് എത്ര കോസ്റ്റ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ തടി കൊണ്ടുള്ള വിൻഡോസിന് സ്ക്വയർ ഫീറ്റിന് എത്ര കോസ്റ്റ് വരുമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ സുബിൻ തോമസ്, അഷ്വിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 പാളി ജനലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഏകദേശം 180 സെൻറ്റിമീറ്റർ നീളവും 150 സെൻറ്റിമീറ്റർ പൊക്കവും വരുന്ന ഒരു 3 പാളി ജനൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന വുഡ് എന്ന് പറയുന്നത് ഫ്രെയിമിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന വുഡ് എന്ന് പറയുന്ന ആഞ്ഞിലി വുഡാണ്. അതുപോലെ തന്നെ പാളിക്ക് വേണ്ടി നമ്മൾ പ്ലാവും അതുപോലെ തന്നെ തേക്കും ഉപയോഗിച്ച് 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയും വരുന്ന ഫിനിഷ്ഡ് ആയിട്ടുള്ള സെക്ഷൻ. പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ 4.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയും വരുന്ന സെക്ഷൻസാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ജനലിൽ ഹാർഡ്വെയർസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു പാളിക്ക് 3 ഹിഞ്ചസ് യൂസ് ചെയ്യും. അത് 3 ഇഞ്ച് സൈസിലുള്ള 3 ഹിഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹുക്കാൻ്റെ നമ്മൾ കുറ്റിയും കൊളുത്തും 2 എണ്ണം വരും. അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ സ്റ്റേ നമ്മൾ സ്റ്റോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഈ സ്റ്റേയും ഒരെണ്ണം വരും. അങ്ങനെ ഇത്രയും ഹാർഡ്വെയർസാണ് ഈ ഒരു ജനലിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ എക്സൽ ഷീറ്റിലേക്ക് പോകാം. ഈ എക്സൽ ഷീറ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ മൊത്തം കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ആഞ്ഞിലി വുഡിന് ക്യൂബിക് ഫീറ്റിന് 2000 രൂപ, അതായത് ഫിനിഷ്ഡ് ഉരുപ്പടിയായിട്ട് വരുന്ന ആ പീസിന് നമ്മൾ ഇപ്പം മില്ലിൽ നിന്നൊക്കെ ഉരുപ്പടിയായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ അതിനൊരു ക്യൂബിക് ഫീറ്റിന് വരുന്ന കോസ്റ്റാണ് 2000. അതുപോലെ തന്നെ തീക്കൂട്ടിന് വരുന്നത് 4800-ഉം ജായ്ക്കൂട്ട് പ്ലാവിന് വരുന്നത് 2500-ഉമാണ്. ഇതിപ്പം ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഏരിയയിൽ തടിക്ക് എന്ത് കോസ്റ്റ് വരുന്നുണ്ടോ ആ കോസ്റ്റ് നോക്കിയിട്ട് ഈ 2000-ൻ്റെ 4800-ൻ്റെ 2500-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോസ്റ്റ് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളും. അവസാനത്തെ കോസ്റ്റും അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വന്നോളും. അതുപോലെ തന്നെ MS റോഡ് 85 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 3 പാളി ജനലിനകത്ത് നമ്മൾ ഗ്രില്ലായിട്ട് കൊടുക്കുന്നത് MS റോഡാണ്. 16 mm MS റോഡ് റൗണ്ട് സൈസിലുള്ള MS റോഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ജനലിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് വരുന്ന റേറ്റാണ് നമ്മൾ 85 എന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 ഇഞ്ച് ഹിഞ്ച് നമ്മൾ ജനലിൻ്റെ പാളിക്ക് ഉപയോഗിക്കുന്ന നമ്മൾ മുമ്പേ പറഞ്ഞ ഹിഞ്ച് എന്ന് പറയുന്നത് 40 രൂപയാണ് ഒരു ഹിഞ്ചിന് വരുന്നത്. ഈ ഹുക്കാൻ്റെ ഈ 2.5 ഇഞ്ചിന് 10 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 6 ഇഞ്ച് സ്റ്റേക്ക് വരുന്നത് 20 രൂപയാണ്. അതുപോലെ തന്നെ 4 mm പ്ലെയിൻ ഗ്ലാസ് നമ്മൾ ജനലിൻ്റെ പാളിക്കുള്ളിൽ കൊടുക്കുന്ന ഈ 4 mm പ്ലെയിൻ ഗ്ലാസിന് സ്ക്വയർ ഫീറ്റിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 55 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇത്രയും വാല്യൂസ് നമ്മുടെ ഏരിയയിലെ കോസ്റ്റ് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്കി താഴേക്കുള്ള കോസ്റ്റുകൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളും. നമ്മളിതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഈ 3 പാളിയുടെ ഫ്രെയിമിൻ്റെ കോസ്റ്റാണ്. നമ്മൾ ഫ്രെയിമിൻ്റെയും പാളിയുടെയും കോസ്റ്റ് 2 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫ്രെയിമിൻ്റെ കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആഞ്ഞിലിയുടെ വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെക്ഷൻ്റെ സൈസ് 4.5-ക്ക് 2.5 ആണെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമ്മളിത് ആദ്യം തന്നെ W3 എന്ന് എഴുതിയിട്ടുണ്ട്. ആ W3യുടെ ഫ്രെയിമിൻ്റെ കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ W3യുടെ സൈസ് 180/150 എന്നുള്ളത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആ സൈസിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിൽ ആ സൈസ് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഏത് 3 പാളിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ആ സൈസിൽ 180-ഓ 150-ലോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫ്രെയിം സൈസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞാൽ 4.5-ക്ക് 2.5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 5-ക്ക് 3 എന്നുള്ള 5 ഇഞ്ച്/3 ഇഞ്ച് എന്നുള്ള സെക്ഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ആ സെക്ഷൻ സൈസ് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വുഡിൻ്റെ ഫ്രെയിം നമ്മൾ ഏത് തടിയാണ് ഉപയോഗിക്കുന്നുള്ളത് ആഞ്ഞിലിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി ഓഫ് വുഡിൻ്റെ എത്ര ക്യൂബിക് അടി വുഡ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കാണുന്നത്. അത് ഇതിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് 4.92 ക്യൂബിക് ഫീറ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ സെക്ഷൻ സൈസും അതുപോലെ തന്നെ ഇതിൻ്റെ നീളവും വീതിയും ഈ നമ്പർ ഓഫ് പീസസും എല്ലാം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ മേളിലുള്ള വാല്യൂസ് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വുഡിൻ്റെ ക്വാണ്ടിറ്റി എത്ര ക്യൂബിക് ഫീറ്റ് വുഡ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് MS റോഡിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ജനലിൽ ഇപ്പോൾ ഒരു W3 എന്ന് പറയുമ്പോൾ
അതിനകത്ത് നമ്മൾ 3 പാളിയുണ്ട്. ആ 3 പാളിക്കകത്ത് നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് ഈ കമ്പി കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 16 mm റൗണ്ട് MS റോഡാണ് നമ്മൾ കൊടുക്കുന്നത്. ആ MS റോഡ് ഒരു 12 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ ഈ ജനലിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര MS റോഡ് എത്ര കിലോ വരുമെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ MS റോഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 37.08 കിലോ എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലേബർ കോസ്റ്റ് നമ്മൾ ഒരു 3 പാളി ജനൽ പണിയുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് എത്ര വരും എന്നുള്ളതാണ് ഈ താഴത്തെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് 2400 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഒരു ഇടയ്ക്ക് 800 രൂപ എന്നുള്ളതാണ് ലേബർ കോസ്റ്റ്. അപ്പം ഈ ഒരു 3 പാളി എന്ന് പറയുമ്പോൾ 3 ഇട വരും. അപ്പോൾ 3 ഇടയ്ക്ക് 2400 എന്നുള്ള രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലെ കോസ്റ്റ് എത്രയാണോ അത് നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനൊരു കളർ ചേഞ്ച് കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളൊരു വാല്യൂ ആയതുകൊണ്ടാണ് അവിടെ ഒരു കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഏരിയയിലുള്ള ലേബർ കോസ്റ്റ് എത്രയാണോ അത് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വുഡിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, MS റോഡിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ ലേബർ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഈ വുഡിൻ്റെ ക്വാണ്ടിറ്റി 4.92 നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന വാല്യൂ നമ്മൾ ആഞ്ഞിലി വുഡിന് കൊടുത്തിരിക്കുന്ന 2000 രൂപ പെർ ക്യൂബിക് ഫീറ്റ് എന്നുള്ള ഒരു കോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോസ്റ്റാണ് സൈഡിൽ കാണിച്ചേക്കുന്നത്. 9842 എന്നുള്ളത് കാണിച്ചേക്കുന്നത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ്. അതുപോലെ തന്നെ MS റോഡിൻ്റെ കോസ്റ്റ് അതിന് തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് 3151 രൂപ എന്നുള്ളത്. അത് ഈ 37.08 കിലോയ്ക്ക് നമ്മൾ മേളിൽ കൊടുത്തേക്കുന്ന 85 രൂപ പെർ കിലോയ്ക്കുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓവർ ഹെഡ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കോസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കോൺട്രാക്ടിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് വരുന്ന പ്രോഫിറ്റ്, അയാളുടെ ഓവർ എക്സ്പെൻസ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 17,703 രൂപയാണ് നമുക്കൊരു 3 പാളിയുള്ള തടിയുടെ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും വാല്യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രെയിമിന് ടോട്ടൽ എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 3 പാളി, ഇതിന് ഒരു 3 പാളികളൂടെ നമ്മൾ പണിയുന്നത്. ഇപ്പോൾ ഫ്രെയിമിൻ്റെ കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 3 പാളികൾ വരുമ്പോൾ അത് തേക്ക് ഉപയോഗിച്ചിട്ടാണ് പണിയുന്നതെങ്കിൽ എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഷട്ടറിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നീളവും വീതിയും ആദ്യം കൊടുത്തിട്ടുണ്ട്. അതായത് 52 സെൻറ്റിമീറ്റർ വീതിയും 145 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന രീതിയിലായിരിക്കും ഒരു ഷട്ടർ വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫ്രെയിം ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ പാളിയുടെ സൈസ് എടുക്കുമ്പോൾ കിട്ടുന്ന സൈസാണത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന സെക്ഷൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഇഞ്ച് വീതിയായിരിക്കും ഇതിന് വരുന്നത്. 3 ഇഞ്ച് വീതിയായിരിക്കും ഈ ഷട്ടേഴ്സിന് വരുന്നത്. ഈ പാളിക്ക് 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 1.25 ഇഞ്ച് തിക്നെസ്സും ആയിരിക്കും വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന വുഡ് തീക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡിൻ്റെ ക്വാണ്ടിറ്റി മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 0.44 ക്യൂബിക് ഫീറ്റ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു തിക്നെസ്സിലുള്ള ഈ ഫ്രെയിമിൻ്റെ ചുറ്റും ഈ ഇത് ചെയ്ത് വരുമ്പോഴത്തേനും, അതായത് തടി കൊണ്ടുള്ള ഈ പാളി ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ വേണ്ടി വരുന്ന വുഡ് എന്ന് പറയുന്നത് 0.44 ക്യൂബിക് ഫീറ്റ് ആണ്. അതിന് നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്ന തേക്കിൻ്റെ കോസ്റ്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 2102 രൂപയാണ് ഈ പാളിയുടെ വുഡിന് വേണ്ടി വരുന്ന കോസ്റ്റ്. അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലെയിൻ ഗ്ലാസ്, ഫോർമം പ്ലെയിൻ ഗ്ലാസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം 10 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റാണ് ഈ 550 എന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ മുമ്പേ സ്ക്വയർ ഫീറ്റിന് 55 രൂപ എന്നുള്ള മേളിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10 സ്ക്വയർ ഫീറ്റിന് 550 രൂപയെന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ കേസ് വരുമ്പോൾ അതിൻ്റെ അളവ് എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു അളവ് റൗണ്ട് ചെയ്തായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡയമെൻഷൻ 52 ആണെങ്കിൽ അതിനെ 60 ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കും. അതായത് 1.5 അടിക്ക് മേളിലുള്ളതെല്ലാം 2 അടിയായിട്ട് റൗണ്ട് ചെയ്തായിരിക്കും ഗ്ലാസിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ 145 എന്നുള്ളത് 150 ആവും, 5 അടി എന്നുള്ളതാവും. അപ്പം 5ക്ക് 2 എന്നുള്ള സൈസിലായിരിക്കും ഗ്ലാസിൻ്റെ അളവ് വരുന്നത്. നമുക്ക് ശരിക്കും 52, 145 എന്നുള്ള സൈസാണ് വരുന്നതെങ്കിലും അതിനകത്ത് ഈ 2 അടിക്ക് അത് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം 10 സ്ക്വയർ ഫീറ്റ് വരും. അങ്ങനെ 550 രൂപ അതിന് കോസ്റ്റ് വരും. അതുപോലെ തന്നെ 3 ഇഞ്ചിൻ്റെ ഹിഞ്ചസ് നമുക്ക് 3 എണ്ണം വേണം. അതിന് ഏകദേശം നമുക്ക് 120 രൂപ കോസ്റ്റ് വരും. ഒരു യൂണിറ്റ് നമ്മൾ മേളിൽ കൊടുത്തേക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. അങ്ങനെ മൊത്തം 120 രൂപ വരും. പിന്നെ ഹുക്കാൻ്റെ 2.5 ഇഞ്ച് നമ്മൾ കുറ്റിയും കൊടുത്തും 2.5 ഇഞ്ചിൻ്റെ വെക്കുമ്പോഴത്തേന് 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അതിന് 10 രൂപ വെച്ച് 20 രൂപ കോസ്റ്റ് വരും. അതുപോലെ തന്നെ 6 ഇഞ്ച് സ്റ്റേ, അതിന് ഒരെണ്ണമാണ് വരുന്നത്. അതിന് നമ്മൾ മുകളിൽ കൊടുത്തേക്കുന്ന കോസ്റ്റ് അനുസരിച്ച് 20 രൂപ വരും. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ് ഒരു പാളിക്ക് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പാളി ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് മൊത്തം ഈ അതുപോലെ തന്നെ കോൺട്രാക്ടർ അല്ലെ അത് ചെയ്യുന്ന ആളുടെ ഓവർ ഹെഡും പ്രോഫിറ്റും കൂടെ ചേർത്തിട്ട് 575 രൂപയുടെ വരും. അങ്ങനെ ടോട്ടലി നമുക്ക് 4383 രൂപയാണ് ഒരു തേക്കിൻ്റെ പാളി ചെയ്ത് വരുമ്പോൾ ടോട്ടലി നമുക്ക് വരുന്ന കോസ്റ്റ്. ഇനി നമുക്ക് പ്ലാവ് ഉപയോഗിച്ചിട്ടാണ് ഈ പാളി ചെയ്യുന്നതെങ്കിൽ അതിന് ടോട്ടൽ എത്ര കോസ്റ്റ് വരുമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഷട്ടറിൻ്റെ സൈസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 52/145 ആണ്. ഷട്ടറിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 3 ഇഞ്ചും 1.25 ഇഞ്ചുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യൂസ് ചെയ്യുന്ന വുഡ് എന്ന് പറയുന്നത് നമ്മൾ ജാക്ക് വുഡാണ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വുഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.44 ആണ്. അപ്പോൾ അതിന് ടോട്ടൽ വരുന്ന കോസ്റ്റ് ഇപ്പം നമ്മൾ ജാക്ക് വുഡ് ആകുമ്പോൾ ആ കോസ്റ്റിൽ ചെറിയ വേരിയേഷൻ വരും. അങ്ങനെ വരുമ്പോഴത്തേന് 1094 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്.
അതുപോലെ തന്നെ 4mm പ്ലെയിൻ ഗ്ലാസും ബാക്കി ഫീച്ചേഴ്സിനെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ കോസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 4mm പ്ലെയിൻ ഗ്ലാസിന് മൊത്തത്തിൽ 550 രൂപ വരും, 3 ഇഞ്ച് ഹിഞ്ചസിന് 120 രൂപ വരും, ഹുക്ക് ആൻഡ് ഐക്ക് 20 രൂപ വരും, 6 ഇഞ്ച് സ്റ്റേക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 20 രൂപ വരും. ലേബർ കോസ്റ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതായത് ജാക്ക് വുഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാവ് ഉപയോഗിച്ചിട്ട് ഈ പാളി, തേക്കിന് പകരം പ്ലാവ് ഉപയോഗിച്ചിട്ടാണ് ഈ പാളി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പാളിക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3225 രൂപയാണ്. അങ്ങനെ ഇത്തരത്തിൽ ഒരു W3 വിൻഡോ നമ്മൾ പറഞ്ഞ 180 നീളവും 180 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒക്കെ വരുന്ന ഒരു സാധാരണ W3 വിൻഡോ നമ്മൾ ആഞ്ഞിലി വുഡ് ഉപയോഗിച്ച് ഫ്രെയിംസും അതുപോലെ തന്നെ പ്ലാവിൻ്റെ വുഡ് ഉപയോഗിച്ച് അതിൻ്റെ പാളികളും ചെയ്യുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 27,379 രൂപയാണ്. അതെന്ന് പറയുമ്പോൾ ഏകദേശം സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 912 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്ന കോസ്റ്റ്. അതായത് നമ്മൾ ആഞ്ഞിലി കൊണ്ട് ഫ്രെയിമും നമ്മുടെ പ്ലാവ് കൊണ്ട് അതിൻ്റെ പാളികളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു W3 വിൻഡോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 912 രൂപയാണ്. അതേസമയം ഇതേ W3 വിൻഡോ നമ്മൾ ആഞ്ഞിലി കൊണ്ടുള്ള ഫ്രെയിമും തേക്ക് കൊണ്ടുള്ള പാളികളുമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ടോട്ടൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 30,855 രൂപയാണ്. അപ്പോൾ അത് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് 1028 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു തടി പണിത് നമ്മുടെ സൈറ്റിൽ കിട്ടുന്നതിന്, അതായത് ജനലും പാളികളും എല്ലാം പണിത് സൈറ്റിൽ കിട്ടുന്നതിനുള്ള കോസ്റ്റാണ്. ഇതിന് പുറമെ നമുക്ക് അതിൽ വരാനുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു എക്സ്പെൻസ് കൂടെ ഇതിന് പുറമെ വരും. അപ്പോൾ നമ്മൾ ഈ തടി കൊണ്ടുള്ളൊരു വിൻഡോ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി സ്ക്വയർ ഫീറ്റിന് ഏത് റേഞ്ചിൽ ഒരു കോസ്റ്റ് വരുമെന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കോസ്റ്റിനെ നമ്മൾ ഇപ്പോൾ WPCയും അതുപോലെ തന്നെ അലുമിനിയവും UPVCയും സ്റ്റീലും ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ തടി കൊണ്ടുള്ള ഒരു വിൻഡോസിന് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആഞ്ഞിലിയുടെ ഫ്രെയിമും അതുപോലെ തന്നെ പ്ലാവിൻ്റെ പാളിയുള്ള ഒരു ജനലിനെയാണ് എടുക്കുന്നത് ഈ കമ്പാരിസന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റിന് ഒരു 912 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അതിന് പുറമെ അതിന് പെയിൻറ്റിങ്ങിന് വേണ്ടി ഒരു കോസ്റ്റ് വരും. അപ്രോക്സിമേറ്റ്ലി ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപയോളം പെയിൻറ്റിങ്ങിന് വേണ്ടി കോസ്റ്റ് വരും. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 962 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ചിലവ് വരും. ഇനി UPVCയിലേക്ക് പോയി കഴിഞ്ഞാൽ UPVC നമ്മൾ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഏകദേശം സ്ക്വയർ ഫീറ്റിന് നമുക്കൊരു 550 രൂപയോളാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ UPVC വിൻഡോ ചെയ്യുമ്പോൾ നമുക്കതിന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ അതിന് ഒരു ഗ്രില്ല് നമ്മൾ അഡീഷണൽ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഗ്രില്ലിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 200 രൂപയോളം കോസ്റ്റ് വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു 750 രൂപ കോസ്റ്റ് ഒരു UPVC വിൻഡോ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് ചിലവ് വരും. ഇനി സ്റ്റീൽ വിൻഡോസിലേക്ക് പോയാൽ സ്റ്റീൽ വിൻഡോസ് ഒരു 675 രൂപയോളമാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ചിലവ് വരിക. അപ്പോൾ ഇത് ഗ്രില്ലെല്ലാം ഉൾപ്പെടെ ആയിരിക്കും സ്റ്റീൽ വിൻഡോസ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പക്ഷേ അതിന് ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ തടിയുടെ കേസിൽ വരുന്ന പോലെ തന്നെ ഒരു പെയിൻറ്റിങ് നമ്മൾ ഈ സ്റ്റീൽ വിൻഡോസിന് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ വരുമ്പോഴത്തേനും ടോട്ടൽ നമുക്ക് 725 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് സ്റ്റീൽ വിൻഡോ നമ്മൾ വെച്ച് ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേനും കോസ്റ്റ് വരും. ഇനി WPCയിലേക്ക് പോയി കഴിഞ്ഞാൽ WPCക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് ഇതുപോലെ ഒരു W3 വെച്ച് കമ്പയർ ചെയ്ത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിന് ഏകദേശം കോസ്റ്റ് എന്ന് പറയുന്നത് 935 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഈ WPC നമ്മൾ തടി പോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് പെയിൻറ്റ് ചെയ്യുന്നതിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 50 രൂപയോളം കോസ്റ്റ് വരും. അങ്ങനെ മൊത്തത്തിൽ 985 രൂപ ഈ WPC ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കോസ്റ്റ് വരും. ഇനി അലുമിനിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അലുമിനിയം വിൻഡോസിന് ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഒരു നല്ല രീതിയിലുള്ള അലുമിനിയം വിൻഡോസ് ചെയ്യുമ്പോഴത്തേനും സ്ക്വയർ ഫീറ്റിന് ഒരു 900 രൂപയോളാണ് കോസ്റ്റ് വരുന്നത്. അതിനും ഇതേപോലെ അലുമിനിയത്തിന് UPVC പോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. അത് പൗഡർ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. അതേസമയം ഈ UPVC പോലെ തന്നെ ഇതിന് ഒരു ഗ്രില്ല് നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. ഈ അലുമിനിയം വിൻഡോസിന് ഒരു ഗ്രില്ല് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഗ്രില്ലിന് സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 200 രൂപയോളം കോസ്റ്റ് വരും. ഈ ഗ്രില്ലിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഈ ഒരു W3 സൈസിൽ വരുന്നതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അതായത് നമ്മുടെ ഔട്ടർ ഫ്രെയിംസ് എല്ലാം നമ്മളൊരു 2 കുന്ന് ഹോളോ സെക്ഷൻ വെച്ചിട്ട് സ്റ്റീൽ ഹോളോ സെക്ഷൻ വെച്ചിട്ടും അതുപോലെ തന്നെ അകത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 mm റൗണ്ട് റോഡ് വെച്ചിട്ടും ഉള്ള ഒരു ഡിസൈൻ ചെയ്തിട്ട് ഏകദേശം അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അങ്ങനെ 200 രൂപയും വരുമ്പോൾ തന്നെ ടോട്ടൽ അലുമിനിയത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1100 രൂപയോളം നമുക്ക് പെർ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് വരും. അപ്പോൾ ഇത് മൊത്തത്തിലൊരു കോസ്റ്റ് കമ്പയർ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് അലുമിനിയത്തിന് UPVCക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയാണ് കോസ്റ്റ് വരുന്നത്. ഇനിയിപ്പം WPC ആണെങ്കിലും സ്റ്റീലാണെങ്കിലും അതുപോലെ തന്നെ വുഡ് ആണെങ്കിലും അത് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കോസ്റ്റ് നമുക്ക് അഡീഷണലാണ് വരുന്നത്. നമുക്ക് ഈ മെറ്റീരിയൽ റെഡിയാക്കി കിട്ടുകയുള്ളൂ. ഇപ്പോൾ സൈറ്റിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾ തന്നെ ഇത് വെച്ച് പണിത് പോകണം, ഇതിൻ്റെ ക്ലാമ്പ് വെക്കണം, അങ്ങനെ അഡീഷണൽ എക്സ്പെൻസുകൾ ചെറിയ വേറെ എക്സ്പെൻസുകളും വരുന്നുണ്ട്. അതേസമയം UPVCക്കും അലുമിനിയത്തിനും ഇത് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതിനുള്ള കോസ്റ്റാണ് വരുന്നത് സാധാരണഗതിയിൽ.
അപ്പം ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തടിക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്നും അതുപോലെ തന്നെ മറ്റ് വിൻഡോസിൻ്റെ ഒരു കോസ്റ്റുമായിട്ടുള്ള ഒരു കമ്പാരിസണും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു കോസ്റ്റ് വെച്ചിട്ട് ഇതിനെ ഇപ്പം ഞാൻ UPVCക്ക് പറഞ്ഞതോ അല്ലെ അലുമിനിയത്തിന് പറഞ്ഞതോ ആയിട്ടുള്ള കോസ്റ്റ് പല ഡീലേഴ്സിൻ്റെയും പല മെറ്റീരിയലിനും അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. എങ്കിലും ഈ സ്ക്വയർ ഫീറ്റ് ഈ ഒരു രീതിയിൽ കമ്പയർ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിലുള്ള കോസ്റ്റ് അതിപ്പോൾ തടിക്കായാലും മറ്റ് മെറ്റീരിയൽസിനായാലും ഉള്ള ഒരു അതിനെ തമ്മിൽ കമ്പയർ ചെയ്ത ഒരു ഡിസിഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.